ഇനി വെനസ്വേലയിലേക്കാണ്. വെനസ്വേലയിലെ പുതിയ ഭരണകൂടത്തിൽ നിന്ന് യുഎസിന് സഹകരണം ലഭിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുകയാണ്. വെനസ്വേലയുടെ എണ്ണശേഖരത്തിലൊക്കെയായിരുന്നു ട്രംപിന്റെ കണ്ട വെനസ്വേലയെയും എണ്ണശേഖരത്തെയും യുഎസ് നിയന്ത്രിക്കുമെന്നുമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരുന്നത്. ഇപ്പോൾ തങ്ങൾക്ക് ആവശ്യമായതെല്ലാം വെനസ്വേല നൽകി വരുന്നുണ്ട്. ഒരു ഭരണമാറ്റം ഉണ്ടായതിന് പിന്നാലെ തങ്ങൾക്ക് ആവശ്യമായതെല്ലാം വെനസ്വേല നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇനി അനിശ്ചിതകാലത്തേക്ക് രാഷ്ട്രീയ മേധാവിത്വം തുടരും. ഏകദേശം 1 വർഷത്തോളം ആ മേധാവിത്വം ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. എണ്ണശേഖരത്തിൽ കണ്ണുവെക്കുന്ന ട്രംപ് ലാഭകരമായ രീതിയിൽ വെനസ്വേലയെ പുനർനിർമ്മിക്കും എന്നും പറയുന്നുണ്ട്. അതായത് ട്രംപ് തന്റെ അധിനിവേശത്തിനുള്ള നീക്കം അത് ഇനിയും തുടരുമെന്നാണ് ഒരു സൂചന നൽകുന്നത്. ഏകദേശം 1 വർഷത്തിലധികം അമേരിക്കയുടെ മേൽനോട്ടം വെനസ്വേലയ്ക്ക് മേൽ ഉണ്ടാകും എന്നത് ട്രംപിന്റെ ഔദ്യോഗിക പ്രതികരണമായി തന്നെ ഈ ഘട്ടത്തിൽ കാണാവുന്നത് കൂടിയാണ്. അപ്പോഴും വെനസ്വേലൻ പ്രതിപക്ഷ നേതാവായ മരിയ കുറിയ മച്ചാഡോയ്ക്ക് പിന്തുണ നൽകാതെ മയക്കുമരുന്ന് ഭീകരത ആരോപിച്ച സർക്കാരിന്റെ അംഗമായ ഡെൽസി റോഡ്രിഗസിനെ എന്തുകൊണ്ട് പിന്തുണച്ചു എന്ന ചോദ്യം ന്യായമാണ്. ആ നിലയിലുള്ള ചോദ്യങ്ങൾ മാധ്യമങ്ങളടക്കം ചോദിച്ചിരുന്നു. അപ്പോഴും അവിടെ ഡൊണാൾഡ് ട്രംപിന് മൗനമാണ്. ഇനിയും ആ അധിനിവേശം, ഇനിയും കടന്നുകയറ്റം തുടരുമെന്നൊരു സൂചനയാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഘട്ടത്തിൽ നൽകുന്നത്.